ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് പ്രീതി, സ്ഥലം ആലപ്പുഴ. ഇതെൻ്റെ 5ാമത്തെ ധ്യാനമാണ്. ജൂൺ മാസം മുതൽ അടുപ്പിച്ച് 4 മാസങ്ങളിൽ ധ്യാനത്തിന് വരുന്നുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഒരു 3 മാസത്തേക്ക് വരാനായിട്ട് പറ്റിയില്ല. ഒക്ടോബറിൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഡ്രസ്സെല്ലാം മാറി വരാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ ആ അവസാന സമയമായപ്പം തടസ്സം, അങ്ങനെ പോരാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് വന്ന അടുത്തടുത്ത മാസങ്ങളിലൊക്കെ തടസ്സങ്ങളായിരുന്നു. സാധാരണ ധ്യാനത്തിനൊരു കുറച്ച് ദിവസം മുന്നേ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പേരൊക്കെ കൊടുക്കാറുള്ളതാണ്. എന്നാലിപ്പോൾ 1-2 മാസങ്ങളായിട്ട് വരാൻ പറ്റത്തില്ലെന്ന് എനിക്ക് തന്നെ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പേരൊന്നും ഇടുന്നില്ലായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ പതിവ് പോലെ പള്ളിയിൽ പോയി അവിടെ ചെന്ന സമയത്ത് മനസ്സിൽ ശക്തമായിട്ട് ഈശോ പറയുന്നു, ധ്യാനത്തിന് പോകണം, വരണം എന്ന് വിളിക്കുന്നു. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് വൈകുന്നേരം പോന്നു, ഇച്ചിരി ലേറ്റായിട്ട് വന്നു. പക്ഷെ വന്നപ്പോൾ മുതൽ തമ്പുരാൻ ഒത്തിരി അനുഗ്രഹിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 4 മാസങ്ങളിൽ ഞാൻ അനുഭവിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരുന്നു ഇത്തവണ. പറഞ്ഞ കണക്ക് എങ്ങനെയാണ് ഞാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പോയി പല തവണ തലയിടിച്ച് വീണു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. തമ്പുരാൻ്റെ കൃപയാൽ ഇപ്പോഴും ആരോഗ്യത്തോടെ ഇവിടെ നിൽക്കുന്നു. പിന്നെ ഇതുപോലെ ധ്യാനത്തിന് വന്നിട്ട് എനിക്ക് മനസ്സിൽ തമ്പുരാൻ തരുന്നൊരു ഉൾവിളി തോന്നിയിട്ട്, ഞാൻ തൈറോയിഡിനും കൊളസ്ട്രോളിനും ഒക്കെ മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളായിരുന്നു. എനിക്ക് മരുന്നില്ലാതെ ഒട്ടും പറ്റത്തില്ല. ഒരാഴ്ച കഷ്ടി, അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊള്ളത്തില്ല. നമ്മുടെ ബോഡിയുടെ ഇംബാലൻസ് ആയി പോവും. മൊത്തം നീരായിരിക്കും. ഇരിക്കുന്ന ഇരിപ്പിൽ ചിലപ്പോൾ ഉറങ്ങി താഴെ പോവും, നിൽക്കുന്ന നിപ്പി ചിലപ്പോൾ ഉറങ്ങിപ്പോവും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ ഇമോഷണൽ ഇംബാലൻസ് ഒക്കെ വരുമായിരുന്നു. അപ്പം എന്നാലിപ്പോൾ ഒരു 4-5 മാസമായിട്ട് ഞാൻ മെഡിസിനൊന്നും എടുക്കാറില്ല. ഭയങ്കര ഹെൽത്തിയാണ്. മറ്റേ കൊളസ്ട്രോളിൻ്റെ ടാബ്ലറ്റൊക്കെ കഷ്ടി 10 ദിവസം, അത് കഴിഞ്ഞ് മുന്നോട്ട് കഴിക്കാതെ പോയി കഴിഞ്ഞാൽ നടക്കാൻ പറ്റില്ല. ഒരു 10 അടി നടക്കുമ്പം കിതപ്പ് തുടങ്ങും, ഇടത് കൈയിലൂടെ കഴപ്പ് ഇറങ്ങും. ഒട്ടും പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ മരുന്നൊന്നും കഴിക്കാറില്ല. ഭയങ്കര സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു. ഈശോ ഒത്തിരി അനുഗ്രഹിക്കുന്നുണ്ട്. ഇത്തവണ ധ്യാനത്തിന് വന്നിട്ട് എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അതുപോലെ തമ്പുരാൻ എന്നെ അനുഗ്രഹിച്ചു. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. തമ്പുരാൻ നൽകിയ വലിയ അനുഗ്രഹത്തെ ഓർത്ത് ഒന്ന് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ചേ. പ്രൈസ് ദി ലോർഡ്.